അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട, അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ലത്തീഫു യാ അള്ളാഹ്. യാ ലത്തീഫു എന്നാൽ സൂക്ഷ്മദൃഷ്ടി ഉള്ളവനെ, മയം ചെയ്യുന്നവനെ, ദയ കാണിക്കുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഒരു ഇസ്മ ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക. അതുപോലെ ശുദ്ധിയോട് കൂടി ചൊല്ലുക. നമ്മളുടെ വസ്ത്രം, നമ്മളിരിക്കുന്ന സ്ഥലം, ഇവയൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഇസ്മ നമ്മൾ ചൊല്ലുമ്പോൾ വിശ്വാസത്തോടു കൂടി മനസ്സറിഞ്ഞ് ചൊല്ലുക. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വിശ്വാസമാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഈ ഒരു ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ ഈ ഒരു കാര്യം, ഹലാലായ ഏതൊരു കാര്യവും അള്ളാഹു തആല നിറവേറ്റി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. അതുപോലെ ഒരു നിശ്ചിത എണ്ണം നമ്മൾ ചൊല്ലുക. ചുരുങ്ങിയത് ദിവസവും 100 തവണയെങ്കിലും ചൊല്ലുക. അല്ലെങ്കിൽ 129 തവണ, അല്ലെങ്കിൽ 133 തവണ, ഇങ്ങനെ ഒരു നിശ്ചിത എണ്ണത്തിൽ ചൊല്ലുക. ഈ ഒരു ഇസ്മ ഇങ്ങനെ പല എണ്ണങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നിശ്ചിത എണ്ണത്തിൽ നമ്മൾ ചൊല്ലുക. അപ്പോൾ ഈ ഒരു ഇസ്മ നമ്മൾ നിത്യവും ചൊല്ലുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. 1. ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കും. 2. ഭക്ഷണത്തിൽ വർധനവുണ്ടാവും. 3. എന്തിനേയും നേരിടാനുള്ള മനസ്സ് ലഭിക്കും. 4. സ്വഭാവം നന്നാവും. 5. ജോലിയിൽ കയറ്റം ലഭിക്കും. 6. ആഗ്രഹം സഫലീകരിക്കപ്പെടും. 7. ടെൻഷൻ ഇല്ലാതാകും. 8. ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. 9. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. 10. സാമ്പത്തിക ഐശ്വര്യം ലഭിക്കും. 11. തടവിൽ നിന്ന് മോചനം ലഭിക്കും. 12. നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് രക്ഷ ലഭിക്കും. 13. എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും. 14. ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്വീകാര്യത ലഭിക്കും. 15. ശരീരത്തിലെ വേദന ഇല്ലാതാകും. നമ്മൾ വേദന കൊണ്ട്, എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ വേദന ഇല്ലാതാകും. 16. നമ്മെ കാണുമ്പോൾ അക്രമികൾ ഭയപ്പെടും. 17. എത്ര വലിയ കടവും വീടി കിട്ടും. 18. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാവും. 19. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ഐശ്വര്യമുണ്ടാവും. അതുപോലെ 20. നമ്മൾ വിസ ലഭിക്കാൻ, അതുപോലെ ഇഖാമ കിട്ടാൻ, ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇസ്മാണ് ഇത്. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു ചുരുങ്ങിയത് 100 തവണയെങ്കിലും, അല്ലെങ്കിൽ ഒരു 129 തവണയെങ്കിലും ഈ ഇസ്മ പതിവായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക.